ഹലോ ക്യൂട്ടീസ്, ഇന്ന് നമുക്ക് കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഡെസ്ക് ഡെക്കോർ ആയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്യൂട്ടായിട്ടൊരു ലാമ്പാണ് ചെയ്യുന്നത്. അതിന് ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ കണ്ടിച്ച് ഇങ്ങനെ സൈഡ് ഇട്ട് പേപ്പർ കൊണ്ടുള്ളതാണ് എല്ലാ ക്രാഫ്റ്റും ചെയ്യുന്നത് കേട്ടോ. ക്ലേ കൊണ്ടുള്ള ക്രാഫ്റ്റ് അടുത്ത പ്രാവശ്യം ചെയ്യാം കേട്ടോ. അപ്പം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടപ്പ് പോലെ വെച്ച ശേഷം ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈസി ആയിട്ടുള്ള കുഞ്ഞ് ക്യൂട്ടായിട്ടൊരു മിനിയേച്ചർ ലാമ്പാണ് ഇന്നെല്ലാം ഉണ്ടാക്കുന്നത്. ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ക്ലേ ഒന്നുമില്ല, പേപ്പർ കൊണ്ട് മാത്രം വയ്ക്കാം. അടുത്ത പ്രാവശ്യം നമുക്ക് ക്ലേ കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. ഒരു വെറൈറ്റി ആയിരിക്കട്ടെ നമുക്കെല്ലാം. ഇതെല്ലാം നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും, എന്നാലും സാരമില്ല. ഇനി നമുക്ക് വേണ്ട ഏതെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പോ ഒരു സ്ട്രോയും മാത്രമാണ്. അതിന് ഈ കളർ ആയതുകൊണ്ട് എനിക്ക് ഈ മഞ്ഞ കളർ ഇഷ്ടമായിരുന്നു. പക്ഷേ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പേര് എഴുതിയതുകൊണ്ട് ഞാൻ ചുമ്മാ കളർ അടിച്ച് കൊടുക്കുകയാണ്. പക്ഷേ കളർ വന്നിട്ട് 2 കോട്ട അടിച്ചിട്ടും അതിൻ്റെ പേര് കാണുന്നുണ്ടായിരുന്നു. സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് സ്ട്രോയിലും നമ്മൾ അടിച്ചു കൊടുത്തിട്ട് ഇനി ആ സ്ട്രോയുടെ നമ്മുടെ ലാമ്പിൻ്റെ നടുക്കോട്ട് വെച്ചാൽ നമ്മുടെ കുഞ്ഞായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ലാമ്പ് റെഡി ആയിട്ടാണ്. സത്യത്തിൽ പണ്ട് ഒരു കുഞ്ഞ് ക്യൂട്ട് ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കിട്ടും, അത് മേടിക്കാം. പക്ഷേ ഞാൻ മേടിച്ചില്ലെന്നുള്ള നമ്മൾ എവിടെയാണെന്ന് അറിയത്തില്ലോ. അതുണ്ടായിരുന്നു, നല്ല സൂപ്പറായിരുന്നു അതിന് അല്ലേ. അപ്പോൾ അതിനെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ നോക്കുവാണ് കേട്ടോ. അപ്പോൾ 2 സൈഡ് ഒട്ടിച്ച് അതിനെ ലാമ്പാക്കി സെറ്റപ്പാക്കി വെച്ചാൽ നമ്മുടെ ഡെസ്ക് ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. എന്താ പറയുന്നത്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റാണ്. എന്നോട് നിങ്ങളെല്ലാം പറഞ്ഞില്ലേ ക്രാഫ്റ്റ് ഈസി ആയിട്ടുള്ള ഡെസ്ക് ഡെക്കോറോ ഈസി ആയിട്ടുള്ളതായിരിക്കണേ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുക. ഇനി അടുത്ത നമ്മുടെ രണ്ടാമത്തെ ക്രാഫ്റ്റ് നമുക്ക് നോക്കിയാലോ. രണ്ടാമത്തെ ക്രാഫ്റ്റിന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾ ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റിക്കർ ടൈപ്പ് നമ്മൾ വരച്ച് കളർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇഷ്ടമുള്ള നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ക്യാരക്ടർ വരയ്ക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ സാൻറിയോ ക്യാരക്ടറും അങ്ങനെയൊക്കെയല്ലേ വരയ്ക്കുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഒരു നമ്മുടെ ഫ്രോഗിനെയും വരച്ചിട്ടുണ്ട്, പിന്നെ ഒരു പശുമാമയും വരച്ചിട്ടുണ്ട് കേട്ടോ. പശുമാമയാണോ അത്? അതെ പശുമാമ കേട്ടോ. അപ്പോൾ പശുമാമയും വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു ക്രാവിനെയും നമ്മുടെ ഒരു ഫ്രോഗിനെയും വരച്ചിട്ടുണ്ട്. ഇത് രണ്ടും 2 ക്രാഫ്റ്റിനാണ്. വരയ്ക്കുക, ഔട്ട്ലൈൻ ചെയ്യുക, കളർ ചെയ്യുക. അത് കഴിയുമ്പോഴത്തേന് ഇനി അടുത്ത ക്രാഫ്റ്റ് വരച്ചിട്ടുണ്ട്. ഇനി രണ്ടെണ്ണത്തിന് നമ്മൾ ഇച്ചിരി കട്ടിയുള്ള പേപ്പറിലായിരിക്കും വെക്കേണ്ടത് കേട്ടോ. ഇതിൻ്റെ രണ്ടിനും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 കുഞ്ഞ് ഏതെങ്കിലും ഒരു അടപ്പാണ് വേണ്ടത്. ഒന്നിനെ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച ശേഷം നമ്മൾ 2 ക്രാഫ്റ്റിന് വേണ്ടി വയ്ക്കുന്നത്. അപ്പോൾ ആദ്യത്തിനകത്ത് നമ്മൾ ഒരു അടപ്പെടുക്കുക, അടപ്പിൻ്റെ മുകളിൽ ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുക. നമ്മൾ ഈ ഫ്രോഗ് കൂട്ടനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇനി അടുത്ത അതിൻ്റെ അടിയിൽ ഇത് ചിലപ്പോൾ നമ്മൾ ഈ അടപ്പം വീണ് പോകാൻ ചാൻസ്. അതിനൊരു ഭാരത്തിന് വേണ്ടി അതിനകത്ത് ഇച്ചിരി ക്ലേ വെച്ചാൽ മതി കേട്ടോ. ക്ലേ വെച്ച് ഇങ്ങനെ അകത്തൊരു ക്ലേ വെച്ചെങ്കിലേ ഉള്ളൂ അത് ഇരിക്കത്തുള്ളൂ കേട്ടോ. അത് ചെയ്യുമ്പോൾ നമ്മളിതിങ്ങനെ ആടുന്ന ഒരു ആടും കുട്ടപ്പൻ ഒരു ഫ്രോഗായിട്ടുണ്ട് കേട്ടോ. ആടുന്നില്ലല്ലോ, ആടുന്നുണ്ട് കേട്ടോ. അപ്പം രണ്ടാമത്തെ ക്രാഫ്റ്റ് നമ്മുടെ റെഡി ആയിട്ട്. ഇന്ന് മൂന്നാമത് നമ്മൾ ഓൾറെഡി വരച്ച് കുട്ടപ്പനായിട്ട് വെച്ചിട്ട് അവന് അടിയിലൊരു പേപ്പർ ഇങ്ങനെ വെച്ച് പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമ്മുടെ അതിൻ്റെ മുകളിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പല മെത്തേഡിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ, അതുകൊണ്ടാണ് പല മെത്തേഡ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈസി ആയിട്ട്, ഇതൊക്കെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ നല്ല ഇഷ്ടംപോലെ വടപ്പുകളൊക്കെ വീട്ടിൽ കിടപ്പല്ലേ, ഏതെങ്കിലും കുപ്പിയുടെ എടുക്കുക. അപ്പോൾ ഇവനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്രാഫ്റ്റിലോട്ട് പോയാലോ. അപ്പോൾ എങ്ങനെയുണ്ട് ഇവന്മാർ രണ്ടുപേരും ഇഷ്ടപ്പെട്ടോ? ഇതിലാരാണ് ഏറ്റവും ക്യൂട്ടെന്ന് പറയണം കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ക്രാഫ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനുവേണ്ടി നിങ്ങളൊരു ബോക്സ് പോലെ ഉണ്ടാക്കുക. ഇങ്ങനത്തെ മെഷർമെൻറ്റിൽ മടക്കി നമ്മളൊരു കുഞ്ഞ് ബോക്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്ക്വയറിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് വെക്കാണ്ട് വീണ്ടും നമ്മളൊരു ക്യൂട്ട് ഒരു ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാർഡ് ടൈപ്പ്, ഒരു ഗിഫ്റ്റ് ടൈപ്പ്. അപ്പോൾ ബർത്ത്ഡേയുടെ ഒരു ആനിമേഷൻ ടൈപ്പാണ് നമ്മൾ കാർട്ടൂണിനെ വരച്ചിരിക്കുന്നത്. ഒരു ക്യൂട്ടിയെ വരച്ചിട്ട് ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഓലപ്പാമ്പ് ഉണ്ടാക്കി കിട്ടില്ല പണ്ട്, ഇങ്ങനെ ഉണ്ടാക്കത്തില്ല. അതുപോലെ ഇങ്ങനെ മടഞ്ഞ് ഉണ്ടാക്കിയ ശേഷം ഇതിനെ ഈ ബോക്സിനകത്ത് ഒട്ടിക്കുക. പിന്നെ ഈ നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റിക്കർ ടൈപ്പുള്ള നമ്മുടെ ഇമേജിനെയും അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് പോലെ ടൈപ്പ് ബർത്ത്ഡേക്ക് ഇടുന്ന ഒരു ക്യൂട്ട് ഗിഫ്റ്റ്. ഇത് എത്ര ഈസി അല്ലേ. ഞാൻ വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള മെത്തേഡുള്ളതൊന്നും ഞങ്ങൾ കാണിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞില്ലേ ഈസി മതിയെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈസി ഇരിക്കട്ടെ നമുക്ക്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാലും എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിരിക്കട്ടെ. പിന്നെ ഗിവേയുടെ കാര്യം ഒത്തിരി പേര് ചോദിക്കുന്നവരെ എനിക്കറിയാം. ഈ മന്തിലെ ഗിവ സ്റ്റാർട്ട് ആയതുകൊണ്ട് ലാസ്റ്റ് ആകട്ടെ. അപ്പം നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ എങ്ങനെ ഇന്ന് വന്ന ലൈവ് പോലെ നമ്മൾ മൺഡേ ഇനി വരും, നാളെ ഇല്ലെന്നുള്ളൂ. പിന്നെ എല്ലാവരും എല്ലാവരും എനിക്കൊരു സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. അപ്പം ഇന്ന് ആരൊക്കെ വന്നു വെച്ചാൽ അവരുടെ പേര് ഞാൻ എഴുതിയിട്ടില്ല, അത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്കാം കേട്ടോ. അവർ കാണണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചാടുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള കേക്കും കൊണ്ട് നിൽക്കുന്നുണ്ടില്ല ആൾ. വേണമെങ്കിൽ കട്ട് ചെയ്ത് കഴിക്കാം, നല്ല കേക്കല്ലേ. അപ്പം അടുത്ത ക്രാഫ്റ്റ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിത് 4ാമത്തെ ക്രാഫ്റ്റാണെന്ന് തോന്നുന്നല്ലേ. ഇനി അടുത്ത നമ്മൾ 5ാമത്തെ ക്രാഫ്റ്റിന് ഏതെങ്കിലും ഒരു അക്രലിക് ബോട്ടിലിൻ്റെ ഏതെങ്കിലും ഒരു ഗ്ലാസിൻ്റെ, പ്ലാസ്റ്റിക് ആയാലും മതി, പക്ഷേ ഇങ്ങനത്തെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും കുപ്പി, അല്ലെങ്കിൽ വൈറ്റ് കുപ്പി കേട്ടോ. വൈറ്റ് കളർ അടിച്ചെടുക്കുക. 2 കോട്ടോ വൈറ്റ് പെയിൻറ്റ് അടിക്കുകയാണ് ചെയ്തത്. വേണമെങ്കിൽ അകത്തൂടെ അടിക്കുക, ഇച്ചിരി കൂടെ ഒരു ഇത് കിട്ടാൻ വേണ്ടി. ഞാനൊന്നും അകത്തൊന്നും അടിച്ചിരുന്നില്ല. ഇനി ഏതെങ്കിലും നല്ല കളർഫുള്ളായിട്ട് ഒരു 2 ത്രെഡ് എടുക്കുക. അതിൻ്റെ
അറ്റത്ത് ഇങ്ങനെ കെട്ടിയ ശേഷം നമ്മൾ അതിനകത്തോട്ട് രണ്ട് ത്രെഡ് വേണം, 2 നൂല് വേണം. ചാക്കുനൂലായാലും മതി കേട്ടോ. അതുകൊണ്ട് വെച്ചാൽ അതിനകത്തോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മുത്ത് കയറ്റിയിടുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഏതെങ്കിലും കളർഫുൾ, എൻ്റെ കളർഫുൾ ഉണ്ടായതുകൊണ്ട് ഞാൻ കളർഫുൾ ഇട്ട്, നിങ്ങൾ പ്ലെയിൻ നമ്മളെ ബ്രൗൺ കളർ ചാക്കുനൂലായാലും കുഴപ്പമില്ല. ചാക്കുനൂലെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്കല്ലേ, ഞാൻ ചാക്കുനൂലെന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ മുത്ത് കയറ്റുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ കയ്യിൽ പിങ്ക് കളർ മുത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ പിങ്ക് കയറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ഇടാം, ഇഷ്ടമുള്ള അതിൽ ബ്ലൂ എന്താണെന്ന് വെച്ചാൽ ഇടുക കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിന് കയറ്റുക. അങ്ങനെ 2 എണ്ണം ഉണ്ടാക്കണേ. അപ്പോൾ 2നെ അറ്റത്ത് കെട്ടുന്ന വെച്ചാൽ മുത്ത് ഊരി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മുടെ കുട്ടപ്പനെ നമ്മൾ റെഡിയാക്കാൻ പോകണം. നമ്മളിപ്പം പെയിൻ്റ് അടിച്ചാൽ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് കണ്ണും മൂക്കും നാക്കും ഒക്കെ വരച്ച് വെക്കണ്ടേ. അപ്പം നാക്കൊന്നും വരയ്ക്കുന്നില്ല, കണ്ണും മൂക്കും മാത്രമേ ഉള്ളൂ. കണ്ണും മൂക്കും വരയ്ക്കുക. വരച്ച ശേഷം നമ്മൾ താഴെ അതിൻ്റെ അഴ ഒട്ടിക്കുകയാണ്. അപ്പോൾ 2 കാലായിട്ടാണ് ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, നമ്മുടെ കുപ്പിക്ക് ഒരു റിയൂസും ആകുകയും ചെയ്യും. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈസി സ്റ്റെപ്പ് വഴി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് എന്താ, നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളിതൊക്കെ കണ്ട് ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറയണം, ഒന്നുകൂടെ പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഇനി ഒട്ടിക്കാൻ പോകണം. നമ്മൾ ആ കുട്ടപ്പനെ ആദ്യം നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞ ശേഷം അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ കണ്ണും മൂക്കൊക്കെ വരയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ കണ്ണും മൂക്കും വരയ്ക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ ആദ്യം മാർക്കർ കൊണ്ട് വെച്ചപ്പോൾ എൻ്റെ ശരിയായില്ലായിരുന്നു, എന്നിട്ട് മാർക്കർ തെളിയുന്നില്ലായിരുന്നു. പക്ഷേ എനിവേ അടുത്ത മാർക്കർ വെച്ച് നമ്മൾ ശരിയാക്കി എടുക്കുവാണ്. ഒരു ചുമ്മായിട്ട് സിമ്പിൾ വേഗമായിട്ട് ഒരു കുഞ്ഞൊരു കണ്ണ്, പിന്നെ 2 കണ്ണും ഒരു കുഞ്ഞ് നമ്മുടെ ചുണ്ടും മാത്രമേ വരച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പം ഇതിനകത്ത് വേണമെങ്കിൽ ഇതൊരു സിമ്പിളായിട്ട് വെക്കാം, ഡെസ്ക് ഡെക്കോറായിട്ട് വെക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്ലവർ പോട്ടായിട്ട് വെക്കാം. മിനിയേച്ചർ ടൈപ്പുള്ള സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ക്രാഫ്റ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം. അപ്പം അടുത്ത് ഞാൻ വേണമെങ്കിൽ ഒരു കവായി ടൈപ്പ് ജേർണലിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കാം കേട്ടോ. സ്റ്റാമ്പ് ഉണ്ടാക്കാം, ഞാൻ കുറേ നാളായി നേരിടുന്നു, പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതും 2 റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളതിനെ ഒന്നുകൂടി ഞാൻ കളർ അടിക്കുവാണ്. കാരണം വെച്ചാൽ എൻ്റെ നേരത്തെ കളർ അടിച്ചപ്പോഴത്തേനെ അതിനകത്ത് പറ്റിയില്ലായിരുന്നു. കളറ് അതിനകത്ത് മാർക്കർ തീർന്നിരിക്കുമായിരുന്നു. മാർക്കർ വെച്ച് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ടൊക്കെ. അപ്പം ബ്ലാക്ക് പെയിൻറ്റിനൊക്കെ എൻ്റെ ബ്രഷൊക്കെ പഴയതായതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ചുമ്മാ മാർക്കർ കൊണ്ട് ചെയ്തതേ ഉള്ളൂ. ഇനി വരച്ച് കഴിയുമ്പോഴത്തേന് ഇനി മൂക്കും നാക്കൊക്കെ വരയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ ബ്ലാക്ക് കൊണ്ടാണ് വരയ്ക്കുന്നത്, നിങ്ങൾക്കൊരു പിങ്ക്. പിന്നെ നമുക്കൊരു ഈ ബ്ലഷൊക്കെ അടിക്കുന്നതായിട്ട് ക്യൂട്ടായിട്ട് കാണിക്കാൻ നമ്മുടെ കവളിൻ്റെ സൈഡിലായിട്ട് കുഞ്ഞായിട്ട് പിങ്ക് കളറിലെ സാധനങ്ങളൊക്കെ വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇതൊക്കെ വരയ്ക്കുന്നുള്ളൂ, ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കുവാണ്. ഇനി നമ്മുടെ കാലൊട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ ബ്ലഷ് കൂടെ വരച്ചേക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, നമ്മുടെ കുട്ടപ്പൻ റെഡി ആയിട്ടുണ്ട്. ഇനി 2 കാലും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിനകത്ത് വെക്കാൻ വേണ്ടി കുഞ്ഞു ഫ്ലവറും കൂടെ വെച്ചു. ഇനി നമ്മൾ അവനെ എവിടെയെങ്കിലും ഇരുത്തിയേക്കാണ്, കാലും നാട്ടി ഇരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മളുണ്ടാക്കിയ എല്ലാ ക്രാഫ്റ്റുകളും നമുക്കൊന്ന് കണ്ടാലോ. ഇവന്മാരെയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത്. എല്ലാം ക്യൂട്ടായിരുന്നു, എല്ലാം കുഞ്ഞായിരുന്നു, എല്ലാം സിമ്പിളായിരുന്നു കേട്ടോ. ഇതിലേതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ അടുത്തൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കാം, അത് ക്ലേ വെച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. വീട്ടിലുള്ള മറ്റുള്ള മൊബൈലിൽ നിന്നൊക്കെ കണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്ത ലൈവ് നമുക്ക് മൺഡേ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.